ജിയോണും ജിഹൂനും ഒരാളാണെന്ന് മിഞ്ചു മനസ്സിലാക്കുന്നതിലൂടെയാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഈ കാര്യം യുൻജയ്ക്ക് അറിയാമെന്ന് മിഞ്ചു മനസ്സിലാക്കുമ്പോൾ രണ്ടുപേരും കൂടി എന്നെ ഇത്ര നാളും പൊട്ടിയാക്കായിരുന്നല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു പോവുകയാണ് മിഞ്ചു. യുൻജെ ജിയൂണിനെ കാണാൻ വരുന്നുണ്ട്. മിഞ്ചു എല്ലാം കണ്ടുപിടിച്ചെന്ന് ജിയൂൺ അവനോട് പറയുന്നുണ്ട്. ഞാൻ അവളെ അറിഞ്ഞുകൊണ്ട് ഇത്ര നാളും പറ്റിച്ചതല്ല എന്നും ഇനിയും എന്നെ പുരുഷനായി മാറ്റരുതെന്നും ജിയൂൺ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ജിഹെ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ജിയൂൺ ഉറങ്ങുന്നത് വരെ യുൻജെ അവിടെ ഇരിക്കുന്നുണ്ട്. യുൻജയുടെ മടിയിൽ കിടന്നുറങ്ങുകയാണ് ജിയൂൺ. യുൻജയും അറിയാതെ ഉറങ്ങിപ്പോകുന്നുണ്ട്. ഉറക്കമുണരുമ്പോഴാണ് ജിയൂൺ വീണ്ടും പുരുഷനായത് അവർ അറിയുന്നത്. അടുത്ത ദിവസം മിഞ്ചു ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ്. എനിക്കറിയുന്ന ഒരാൾ ഇടയ്ക്ക് സ്ത്രീയായി മാറും, ഇടയ്ക്ക് പുരുഷനായി മാറും. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മിഞ്ചു പറയുമ്പോൾ, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എടുത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തോന്നലുകൾ വരുന്നത്. നമുക്ക് 1 വീക്ക് മെഡിസിൻ എടുക്കാമെന്ന് പറയുകയാണ് ഡോക്ടർ. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വരികയാണ് മിഞ്ചുവിന്. അവൾ നേരെ വന്ന് യുൻജയെ കാണുകയാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ജിയൂണിന്റെ ഒപ്പം നോർമലായി നടക്കുന്നതെന്നും നിങ്ങൾ US യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നില്ലേ എന്നും മിഞ്ചു ചോദിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് എന്തു തന്നെയായാലും ജിയൂണിനെ സംരക്ഷിച്ചേ മതിയാകൂ, അവളുടെ കൂടെ ഉണ്ടായേ മതിയാകൂ എന്ന് പറയുകയാണ് യുൻജെ. ഇത് കേട്ട് മിഞ്ചു ദേഷ്യപ്പെട്ടു പോകുകയാണ്. പുരുഷനായി മാറിയത് കൊണ്ട് തന്നെ ജിയൂൺ വിഷമത്തിലാണ്. ജിഹെ യൂറിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ജിയൂണിനെ നോക്കണം എന്ന് പറഞ്ഞാണ് പോകുന്നത്. അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നുണ്ട്. അവൾ പുരുഷനായി മാറിയപ്പോൾ യുൻജെ അവളോട് കാണിച്ച അകൽച്ച ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് ജിയൂണിന്. നീ ഇങ്ങനെ പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്കും സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ യുൻജയുടെയും നിന്റെയും റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒന്നുകൂടി ആലോചിക്കാൻ പറയുകയാണ് യൂറി. കാരണം യുൻജയുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണ്ടേ എന്ന് യൂറി ജിയൂണിനോട് പറയുന്നു. അങ്ങനെ യുൻജെ യുഎസിലേക്ക് പോകുന്നില്ല എന്ന് കോളേജിൽ എഴുതി കൊടുത്തു വരികയാണ്. നമ്മുടെ എത്ര നാളത്തെ ഡ്രീമാണിത്, ഏതൊരു പെണ്ണിന് വേണ്ടി അത് ഇല്ലാതാക്കണോ എന്നും അവൾക്കാണെങ്കിൽ ഒരു സ്ഥിരത ഇല്ലാതെ പുരുഷനായും സ്ത്രീയായും മാറിക്കൊണ്ടിരിക്കുകയാണെന്നും നിനക്ക് രണ്ടുപേരോടും ഒരുപോലെ സ്നേഹം തോന്നുന്നുണ്ടോ എന്നും മിഞ്ചു ചോദിക്കുമ്പോൾ യുൻജെ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. യുൻജയുടെ അനിയത്തിക്ക് എൻട്രൻസ് എക്സാമിന് ട്യൂഷൻ എടുക്കാൻ ജിയൂണിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ക്ലാസ് എടുക്കുന്ന നേരം നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയോ, ചേട്ടൻ US പോയാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവില്ല എന്നൊക്കെ ഓരോന്ന് പറയുകയാണ് അനിയത്തി. എന്നാൽ ഇത് പുറത്തു നിൽക്കുന്ന അമ്മ കേൾക്കുകയാണ്. ഉടനെ തന്നെ യുൻജയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അമ്മ. ജിയൂൺ അവിടെ നിന്നും സങ്കടത്തിൽ പോകുകയാണ്. വീട്ടിലേക്ക് വരുന്ന ജിയൂണിനെ മിഞ്ചു വന്ന് കാണുന്നുണ്ട്. നിനക്ക് വേണ്ടി യുൻജെ US പോകുന്നത് ഒഴിവാക്കിയെന്നും എങ്ങനെയാണ് ഇത്രയും സെൽഫിഷ് ആകാൻ നിനക്ക് സാധിക്കുന്നതെന്നും ചോദിച്ച് ജിയൂണിനോട് യുൻജയെ ബ്രേക്കപ്പ് ചെയ്യാൻ പറയുകയാണ് മിഞ്ചു. ഞാൻ അവനെ നോക്കാമെന്നും അല്ലെങ്കിൽ അവൻ നിന്നെ ആലോചിച്ചു അവന്റെ ഭാവി നശിപ്പിക്കുമെന്നും പറയുകയാണ് അവൾ. അടുത്ത ദിവസം ജിയൂൺ യുൻജയെ കാണാൻ വരുന്നുണ്ട്. എനിക്ക് വേണ്ടി നീ എല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ട എന്നും എനിക്ക് വേണ്ടി നീ സ്വയം നശിക്കരുതെന്നും പറയുകയാണ് ജിയൂൺ. എന്നെ ദയവ് ചെയ്ത് ബ്രേക്കപ്പ് ചെയ്യാൻ അപേക്ഷിക്കുകയാണ് ജിയൂൺ. നീ എന്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് സന്തോഷത്തെക്കാൾ കൂടുതൽ സങ്കടമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ജിയൂൺ അവിടെ നിന്നും പോകുന്നു. ജിയൂൺ കുറച്ചുനാൾ യൂറിയുടെ കൂടെ താമസിക്കാൻ പോവുകയാണെന്ന് ജിഹയോട് പറയുന്നുണ്ട്. എന്നിട്ട് നേരെ പോയി മിഞ്ചുവിനെ കാണുകയാണ് അവൾ. ഞാൻ യുൻജയുമായി ബ്രേക്കപ്പ് ചെയ്തെന്നും അവന് US പോകാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാനും പറയുകയാണ് ജിയൂൺ. എന്നാൽ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മിഞ്ചു തിരിച്ചു ചോദിക്കുമ്പോൾ എല്ലാം അവസാനിച്ചു, ഇനിയും എന്റെ പിന്നാലെ അനാവശ്യമായി വരരുതെന്ന് ജിയൂൺ മിഞ്ചുവിന് മുന്നറിയിപ്പ് നൽകുന്നു. ജിയൂൺ യൂറിയുടെ അവിടെ ഇരുന്ന് ഒരു നോവൽ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൾക്ക് സ്ഥിരമായ ഒരു ഐഡന്റിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ജോലിക്കും പോകാൻ സാധിക്കുന്നില്ല. ഇതേ സമയം മിൻ അങ്ങോട്ട് വരുന്നു. ജിയൂണിനെ കാണുമ്പോൾ നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണ് മിൻ. അന്ന് ഗ്രാൻഡ്പായുടെ അവിടെ വെച്ച് പറയാതെ പോയതല്ലേ. ജിയൂൺ യൂറിയുടെ ഒപ്പമാണ് കുറച്ചു നാളേക്ക് താമസിക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ മിന്നിന് ടെൻഷൻ ആകുന്നുണ്ട്. കാരണം അവന് യൂറിയെ ഇഷ്ടമാണ്. നീ വേണേൽ എന്റെ കൂടെ വന്ന് താമസിച്ചോ, ബോയ്സ് ഒന്നിച്ചു താമസിക്കുന്നതല്ലേ നല്ലത് എന്ന് മിൻ പറയുമ്പോൾ യൂറി സമ്മതിക്കുന്നതേ ഇല്ല. ഇന്നലെ ജിയൂണിനെ യൂറിയുടെ വീട്ടിൽ വെച്ച് കണ്ടെന്നും അവർ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നും മിൻ പറഞ്ഞ് യുൻജെ അറിയുന്നുണ്ട്. യുൻജെ പലവട്ടം ജിയൂണിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് അവന് സാധിക്കാത്തത് കാണാം. അങ്ങനെ ജിയൂൺ US പോകാൻ റെഡിയാണെന്ന് കോളേജിൽ അറിയിക്കുകയാണ്. ആ സന്തോഷത്തിൽ മിഞ്ചു അവനെയും കൊണ്ട് പാർട്ടിക്ക് പോകുന്നു. ബോധം പോയ യുൻജു ജിയൂണിന്റെ പേര് പറഞ്ഞ് കരയുകയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ പാർട്ടി കഴിഞ്ഞു പോയ യുൻജെ ജിയൂണിന്റെ വീടിന്റെ മുന്നിൽ ഇരിക്കുന്നതാണ് മിഞ്ചു കാണുന്നത്. മിഞ്ചു അവനെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തുന്നു. മിഞ്ചു അവനെ കിസ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും യുൻജെ ജിയൂണിന്റെ പേര് വിളിച്ചു പറയുന്നത് കേൾക്കുന്നതും അവൾക്ക് ദേഷ്യം വരികയാണ്.
അടുത്ത ദിവസം യുൻജെ മിഞ്ചുവിന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. നേരെ ചെല്ലുന്നത് ജിയൂണിന്റെ മുന്നിലേക്കാണ്. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്നും ഞാൻ പറയാമെന്നും യുൻജെ പറയുമ്പോൾ, എന്നോട് പറയാൻ മാത്രം നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ലല്ലോ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുകയാണ് ജിയൂൺ. ജിയൂൺ നോവൽ എഴുതുന്ന തിരക്കിലാണെങ്കിൽ മിഞ്ചു യുൻജെയുടെ കൂടെ യുഎസിലേക്ക് പോകുന്ന സന്തോഷത്തിലാണ്. യുഎസിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ യുൻജെ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നു. കഫേയിൽ ജോബ് റിസൈൻ ചെയ്യുന്നു. ജിയൂണിനെ അവസാനമായി കാണുകയാണ്. നാളെയാണ് യുഎസിലേക്ക് പോകുന്നതെന്ന് യുൻജെ പറയുമ്പോൾ, നന്നായി പഠിക്കണം, ഫുഡ് കഴിക്കണം, ഹെൽത്ത് നോക്കണം എന്നെല്ലാം പറഞ്ഞ് ജിയൂൺ അവിടെ നിന്നും പോകുന്നു. എന്നാൽ ജിയൂണിനെ വിളിച്ചു നിർത്തി, ഞാൻ അന്ന് നിന്നെ കാണാൻ വന്നതാണെന്നും കുടിച്ച് ബോധം പോയി എന്നെ മിഞ്ചു വീട്ടിലേക്ക് എടുത്തു കിടത്തിയതാണെന്നും യുൻജെ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോകാൻ നീ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് യുൻജെ ചോദിക്കുമ്പോൾ ജിയൂൺ അതിന് മറുപടി പറയാതെ അവിടെ നിന്നും പോകുകയാണ്. അടുത്ത ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് യുഎസിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് ഫ്ലൈറ്റ് എപ്പോഴാണെന്നും മിഞ്ചു പറയുന്നുണ്ട്. അങ്ങനെ വീട്ടുകാരോട് യാത്ര പറഞ്ഞിറങ്ങുന്ന ജിയൂൺ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചെങ്കിലും അവസാനം അവർ അകത്തേക്ക് പോകുകയാണ്. എന്നാൽ അവർ അകത്തേക്ക് കടക്കുന്നതിന് മുന്നേ ജിയൂൺ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും അവർ ജിയൂണിനെ കാണുന്നതില്ല. ജിയൂൺ അവരെ വിളിക്കുന്നതുമില്ല. ജിഹെ ക്യൂട്ടായി ഡ്രസ് ചെയ്തു വന്ന് യോങ് സിയോക്കിനെ ഹാപ്പിയാക്കുന്നുണ്ട്. എക്സാം നന്നായി എഴുതിയെന്ന് പറഞ്ഞ് അവർ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. യുൻജെ പഠിക്കുന്ന തിരക്കിലാണെങ്കിൽ ജിയൂൺ അവിടെ നോവൽ എഴുതുന്ന തിരക്കിലാണ്. ജിയൂണിന്റെ നോവൽ ഓൺലൈനിൽ വരികയാണ്. കഥയുടെ ലിങ്ക് മിൻ യുൻജെക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ജിയോണിന്റെ നോവലിന്റെ പേരു തന്നെ മൈ ഗേൾ ഫ്രണ്ട് ഈസ് ദ മാൻ എന്നായിരുന്നു. ഓരോ എപ്പിസോഡ് ഇറങ്ങുമ്പോഴും ജെല്ലി ഫിഷ് എന്ന അക്കൗണ്ടിൽ നിന്നും ഒരുപാട് കമന്റുകൾ വരുന്നത് കാണാം. ജിയൂൺ അതിനെല്ലാം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്തായാലും യുൻജെ പോയ ഒഴിവിലേക്ക് ജിയൂണിനെ എടുക്കുകയാണ് കഫേ ഓണർ. യോങ് സിയോക്ക് അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ജോബ് നേടിയെടുത്തിരിക്കുന്നു. അങ്ങോട്ട് അവനെ കാണാനായി ജിഹെ വരുന്നതും കാണാം. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ജിയൂണിന്റെ നോവലിന്റെ അവസാന എപ്പിസോഡ് റിലീസായിരിക്കുകയാണ്. യുൻജെ അത് വായിക്കുമ്പോൾ അവൻ പോകുന്നതിന് മുൻപ് എന്നോട് ചോദിച്ചതാണ്, ഞാൻ നിന്നിൽ നിന്നും അകന്നു പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും അന്നത്തെ അവസ്ഥയിൽ എനിക്ക് അവനോട് അത് പറയാൻ സാധിച്ചില്ല എന്നും എൻ്റെ പ്രണയം അത് നിന്നോട് മാത്രമായിരിക്കുമെന്നും ജിയൂന്റെ വാക്കുകളിലൂടെ ഡ്രാമ അവസാനിക്കുമ്പോൾ ജിയൂൻ ഇപ്പോഴും തന്നെ പ്രണയിക്കുന്നുവെന്ന് യുൻജെയ്ക്ക് മനസ്സിലാകുന്നു. ഒട്ടും സമയം കളയാതെ US യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൻ കൊറിയൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങുകയാണ്. ഇവിടെയാണെങ്കിൽ മിൻ യൂറിയെ പ്രപ്പോസ് ചെയ്തു. അവർ ഒന്നായിരിക്കുകയാണ്. അത് കണ്ട് ജിയൂണിന് യുൻജെയുടെ ഓർമ്മകൾ വരുന്നത് കാണാം. ഒരു ദിവസം കഫേയിലിരിക്കുന്ന ജിയൂണിന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, യുൻജെ തന്നെ ആയിരുന്നു. തനിക്ക് വേണ്ടി എല്ലാം വേണ്ട എന്ന് വെച്ച് വന്നതിന് യുൻജെയെ വഴക്ക് പറയുകയാണ് ജിയൂൺ. എന്നാൽ ഞാൻ കൊറിയയിലേക്ക് വന്നത് അമ്മയ്ക്ക് അറിയില്ല എന്നും അറിഞ്ഞാൽ വീട്ടിൽ കേറ്റില്ല എന്നും അതുകൊണ്ട് നിന്റെ അപ്പുറത്തെ ഫ്ലാറ്റ് ഒഴിവുണ്ടോ, ഞാൻ അവിടെ താമസിച്ചോളാം എന്നും പറയുകയാണ് യുൻജെ. രണ്ടുപേരും പരസ്പരം ഒരുപാട് മിസ് ചെയ്തെന്നും പറഞ്ഞ് ഒന്നാവുകയാണ്. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഡേറ്റിന് പോകാൻ റെഡിയാവുകയാണ് ജിയൂൺ. വെയിറ്റ് ചെയ്തു നിൽക്കുന്ന യുൻജെയെയും കാണാം. ജിയൂൺ സുന്ദരിയായി വന്ന് യുൻജെയ്ക്ക് അവളുടെ ആദ്യ നോവലായ മൈ ഗേൾ ഫ്രണ്ട് ഈസ് ദ മാനിന്റെ ആദ്യ ബുക്ക് സമ്മാനമായി അവന് നൽകുകയാണ്. സ്വന്തം ജെല്ലി ഫിഷിനെന്നാണ് ജിയൂൺ അതിൽ എഴുതിയിരുന്നത്. മനസ്സിലായില്ലേ? അന്ന് നോവൽ ഓൺലൈനിൽ വന്നപ്പോൾ ജെല്ലി ഫിഷ് എന്ന പേരിൽ നിന്ന് ഒരുപാട് കമന്റുകൾ വന്നിരുന്നില്ലേ? അത് നമ്മുടെ യുൻജെ തന്നെ ആയിരുന്നു. ഓഫീസിലേക്ക് ജിയോണിനെ കാണാനായി യുൻജെ പോകുന്നുണ്ട്. അവിടെ വെച്ച് ജിയോണിന്റെ സീനിയർ അവരുടെ അടുത്തേക്ക് പോകുന്നത് കാണാം. ഇതാരാണെന്ന് സീനിയർ ചോദിക്കുമ്പോൾ ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ജിയൂൻ പറയുന്നു. നീ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തപ്പോഴേക്കും ബോയ് ഫ്രണ്ട് ആയോ എന്ന് സീനിയർ ചോദിക്കുന്നതൊന്നും യുൻജെക്ക് ഇഷ്ടമാകുന്നില്ല. യുൻജെ അവിടെ നിന്നും ജിയൂണിനെയും കൂട്ടി പോകുമ്പോൾ അവനേക്കാൾ ഞാനാണ് ജിയൂണിന് ചേർച്ച എന്ന് സീനിയർ പറയുന്നത് കാണാം. ഗ്രൂപ്പ് ഡേറ്റിന് പോയിരിക്കുകയാണ് എല്ലാവരും. യൂറിയും ജിയൂനും അവിടെ നിന്ന് മാറുന്ന അവസരത്തിൽ ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ, നോവൽ എഴുതി എഴുതി യൂറിക്ക് ഇപ്പോൾ ബോധം മൊത്തം പോയെന്നും കുറച്ചു ദിവസമായി ജിയൂൻ തന്നെയാണ് ജിയൂൻ എന്നൊക്കെ വിളിച്ചു പറയുന്നത് കാണാമെന്നും സങ്കടം പറയുകയാണ് മിൻ. ഇത് കേൾക്കുമ്പോൾ യുൻജെക്ക് ചിരി വരുന്നുണ്ട്. യൂറിയുടെ ഓരോ കോപ്രായി നോക്കി കണ്ടില്ലേ ഓരോന്ന് കാണിക്കുന്നത്. യൂറി എന്തെങ്കിലും പറഞ്ഞാൽ അവളോട് ദേഷ്യം തോന്നരുതെന്ന് ജിയോണിനോട് നീ പറയണം എന്ന് മിൻ യുൻജെയോട് പറയുന്നുണ്ട്. ജിഹയും യോങ് സിയോക്കും അങ്ങനെ പ്രണയത്തിലായിരിക്കുന്നു. എപ്പിസോഡിന്റെ അവസാനത്തിൽ യുൻജെയും ജിയൂണും യാത്ര പോവുകയാണ്. ജിയൂൻ അവൾക്കുള്ള ഡ്രസ്സ് മാത്രമല്ല എടുക്കുന്നത്, ജിഹൂനായി മാറുകയാണെങ്കിൽ ഇടാനുള്ള ഡ്രസ്സ് കൂടി പാക്ക് ചെയ്യുന്നുണ്ട്. ജിയൂൻ ജിഹൂനായി മാറിയാലും ഏത് രൂപത്തിലിരുന്നാലും യുൻജെ അവരെ ഒരുപോലെ സ്നേഹിക്കുമെന്നും
മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നതിനേക്കാൾ വലുത് വേറെ ഒന്നുമില്ലെന്നും കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ അവസാനിക്കുന്നത്.